ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ മൊബൈലും കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഡൗൺലോഡിങ് മോഡ്, നമ്മുടെ ഫോണിൻ്റെ ഡൗൺലോഡിങ് മോഡിലോ അല്ലെങ്കിൽ ഫാസ്റ്റ്ബൂട്ട് മോഡിലോ അങ്ങനെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഓഡിൻ മോഡിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങേയറ്റത്ത് കമ്പ്യൂട്ടർ ഇങ്ങേയറ്റത്ത് ഒരു സ്വിച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എൻ്റർ കൊടുക്കുക, സെർച്ച് എടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സൽ സീരീസ് കൺട്രോളർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ ഡൗൺ ഇത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ കേബിൾ USB കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. അത് ഇപ്പോൾ ഞാൻ സാംസങ് ഫോണിലാണ് കാണിച്ചിരുന്നത്. സാംസങ് ഫോണിൻ്റെ ഞാൻ ഡൗൺലോഡിംഗ് മോഡ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു ഡൗൺലോഡിംഗ് മോഡിൽ ചിലപ്പോൾ ചില ഫോണുകൾ ഫാസ്റ്റ്ബൂട്ട് മോഡായിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡൗൺലോഡിംഗ് മോഡ് എടുത്ത ശേഷം ഞാൻ എൻ്റെ ഒരു USB കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ മൊബൈലുമായി കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് കറക്റ്റായിട്ടുള്ള ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആവും. കറക്റ്റായിട്ടുള്ള ഡ്രൈവ്, നമ്മുടെ ഫോണിൻ്റെ കറക്റ്റായിട്ടുള്ള ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണക്റ്റ് ആകത്തില്ല. അപ്പോൾ ഡ്രൈവർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതുവഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു ക്ലിങ് എന്ന് പറഞ്ഞ ഒരു സൗണ്ടോട് കൂടി കാണാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് യൂണിവേഴ്സൽ സീരീസ് ബസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും കാണുന്നത്. ഞാൻ എന്തായാലും ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യുകയാണ്. കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് കണക്റ്റ് ആയ സൗണ്ട് കേൾക്കണ്ട. സാംസങ് മൊബൈൽ USB CDC കോമ്പോസിറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനർത്ഥം എൻ്റെ സാംസങ് ഫോണും കമ്പ്യൂട്ടറുമായി കണക്റ്റ് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഡ്രൈവർ തന്നെയാണ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിരിക്കും രണ്ടുമായി കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഇളക്കുമ്പോഴത്തേക്കും നോക്കിയോ, ആ സാംസങ് മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് കട്ടാവും. കണ്ട, ഇല്ല, ഇപ്പോൾ അത് കാണാനൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ സമയത്ത് വീണ്ടും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടാ, വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മുകളിലായിരിക്കും കാണാൻ സാധിക്കുക, ഈ ഭാഗത്തായിട്ടായിരിക്കും കാണാൻ സാധിക്കുക കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡിവൈസിൻ്റെ ഇത് ഇവിടെ ആയിട്ടായിരിക്കും കാണുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ യാതൊരുവിധ റെസ്പോൺസും നിങ്ങൾക്ക് ഇതിൽ കണക്റ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൻ്റെ പേര് ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കണക്റ്റ് ആകുന്ന സമയത്ത് ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡ്രൈവർ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫോണിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവർ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഡ്രൈവറിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.